മടത്തിൽ വരവിനോട് മുന്നോടിയായിട്ടുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ഭഗവതിയുടെ തിടമ്പേറ്റിയിരിക്കുകയാണ്. തിരുവമ്പാടി കണ്ണൻ എന്ന ആനയാണ് ഇപ്പോൾ ഭഗവതിയുടെ തിടമ്പ് ഏറ്റിയിരിക്കുന്നത്. ഏതായാലും എല്ലാവരും വലിയ ആകാംക്ഷയോടെ, ഈ തൃശ്ശൂർ പൂരത്തിൽ എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ളത് അത് മടത്തിൽ വരവ്. ആ മടത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കുക എന്നുള്ളതാണ് ഓരോ പൂരപ്രേമികളും വലിയ ആകാംക്ഷയോടെ കാണുന്നത്. ഏതായാലും ആ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് മുന്നോടിയായി, മടത്തിൽ വരവ് എന്ന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള പുറപ്പാട് എഴുന്നള്ളത്താണ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും തിരുവമ്പാടി ക്ഷേത്രത്തിൽ 3 ആനകൾ നിരന്നു കഴിഞ്ഞു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടെയാണ് ഈ 3 ആനകൾ എഴുന്നള്ളുന്നത്. പ്രധാനമായിട്ടും തിരുവമ്പാടി കണ്ണൻ എന്ന ആനയാണ് തിടമ്പേറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ പട്ടാമ്പി മണികണ്ഠനും മറ്റ് 3 ആനകളാണ് ഈ ഒരു ചടങ്ങിന് നേതൃത്വം നൽകുന്ന ഗജകേസരികൾ. ഏതായാലും ആ മുത്തുക്കുടകൾ ചൂടി തിടമ്പേറ്റിക്കൊണ്ട് പുറപ്പാട് എഴുന്നള്ളത്ത് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ബ്രഹ്മസം മഠത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങ്. അതായത് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുമുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് അതിന് പിന്നിലൊരു കഥ കൂടെയുണ്ട്. കാരണം ഈ തിരുവമ്പാടി ക്ഷേത്രത്തിന് പണ്ട് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും മറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ ഈ സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് തൃശ്ശൂരിലെ നടുവിൽ മഠം എന്ന ഈ വേദങ്ങളും മറ്റും പഠിപ്പിക്കുന്ന ആ വേദ പാഠശാല, അവിടുത്തെ നടുവിൽ മഠം സ്വാമിയാരുടെ പക്കൽ സ്വർണ്ണ നെറ്റിപ്പട്ടമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. തുടർന്ന് തിരുവമ്പാടി വിഭാഗം ആ സ്വർണ്ണ നെറ്റിപ്പട്ടം തങ്ങളുടെ ആനകൾക്ക് ലഭിക്കുമോ എന്നറിയാൻ ഈ സ്വാമിയാരെയോട് ചോദിക്കുന്നു. അന്ന് ഈ സ്വാമിയാർ പറഞ്ഞത് ഈ ആനകളെയും കൊണ്ട്, അതായത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് മുൻപൊക്കെ നേരെ ഈ വടക്കുന്നാഥ സന്നിധിയിലേക്കായിരുന്നു പോയിരുന്നത് എങ്കിൽ ഈ ആനകളെയും കൊണ്ട് ബ്രഹ്മസം മഠം വഴി എഴുന്നള്ളി വരികയാണെങ്കിൽ അവിടെ വെച്ച് തങ്ങൾ നെറ്റിപ്പട്ടങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുറപ്പാട് എഴുന്നള്ളത്തും അതിനെ തുടർന്നുള്ള ഈ ഇറക്കി വെച്ച് ഈ ബ്രഹ്മസം മഠത്തിലൊരു ഇറക്കി വെച്ച് പൂജയുണ്ട്. ആ ഇറക്കി വെച്ച് പൂജയും പിന്നെ അതിനൊപ്പം ഏറ്റവും പ്രശസ്തമായ മടത്തിൽ വരവ് എന്നുള്ള ആ ചടങ്ങും ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു കഥ എന്നുള്ളത്. ഏതായാലും ആ മടത്തിൽ വരവിന് മുന്നോടിയായിട്ടുള്ള പുറപ്പാട് എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്. ക്ഷേത്ര സന്നിധിയിൽ 3 ആനകൾ അണിനിരന്നു കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം, അതായത് ക്ഷേത്രത്തിനകത്ത് ഈ ആനകളുടെ ഒരു പ്രദക്ഷിണമുണ്ടാവും. അതിന് ശേഷമായിരിക്കും ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ആനകൾ പുറത്തേക്ക് എഴുന്നള്ളുക. പിന്നീട് ഒരു 11 മണിയോടുകൂടെ തന്നെ ഈ ആനകൾ ബ്രഹ്മസം മഠത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 മണിക്ക് ബ്രഹ്മസം മഠത്തിലേക്ക് ആനകൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറക്കി വെച്ച് പൂജ നടക്കും. ഈ ഭഗവതിയുടെ തിടമ്പ് ഇറക്കി വെച്ചുള്ള പൂജയായിരിക്കും ഇവിടെ നടക്കുക. ആ ഇറക്കി വെച്ചുള്ള പൂജയ്ക്ക് ശേഷം പിന്നീട് ഒരു 12 മണിയോടുകൂടെ ആയിരിക്കും പ്രശസ്തമായ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകുക കോങ്ങാട് മധു എന്ന വാദ്യ കലാകാരനായിരിക്കും. ഏതായാലും നിരവധി തിമില കലാകാരന്മാർ അണിനിരക്കുന്ന ആ മടത്തിൽ വരവ് പഞ്ചവാദ്യം അത് എല്ലാവരും കേൾക്കാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് പാറമേക്കാവിൽ ഇലഞ്ഞിത്തറ മേളമാണ് ഏറ്റവും അധികം ആളുകൾ കേൾക്കാൻ കൊതിച്ചിരിക്കുന്നതെങ്കിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൂരപ്രേമിയുടെയും ലക്ഷ്യം. അതുതന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്ത് നിൽക്കുന്നതും. ഏതായാലും ഈ രാവിലെ തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നമുക്ക് വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നിരവധി ഘടകപൂരങ്ങളും മറ്റുമൊക്കെ ചേർന്നതാണ് തൃശ്ശൂർ പൂരം. എങ്കിലും എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന 2 ചടങ്ങുകൾ, അത് 2 വിഭാഗങ്ങൾ, അത് തിരുവമ്പാടിയും പാറമേക്കാവും തന്നെയാണ്. ഏതായാലും തിരുവമ്പാടിയുടെ ആ എഴുന്നള്ളത്ത് നമ്മൾ വൈകിട്ട് കുടമാറ്റത്തോടെ കാണുന്ന, ആ കുടമാറ്റവും മറ്റുമൊക്കെ കാണുന്ന തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത്, ആ എഴുന്നള്ളത്തിൻ്റെ തുടക്കം എന്നുള്ളത് അത് ഇവിടെ നിന്നുള്ള ഈ പുറപ്പാട് എഴുന്നള്ളത്താണ്. ഈ പുറപ്പാട് എഴുന്നള്ളത്താണ് ഇവിടെ നിന്നും ഇങ്ങനെ തിരുവമ്പാടി കണ്ണൻ എന്ന ആനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ
പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിച്ച് ബ്രഹ്മസമ്മടത്തിൽ തിടമ്പിറക്കി വെച്ച് പൂജ കഴിച്ച് അപ്പോൾ ആ ബ്രഹ്മസമ്മടത്തിൽ വെച്ച് ആനയും മാറും. ഇപ്പോൾ തിരുവമ്പാടി കണ്ണൻ എന്ന ആനയാണ് തിടമ്പേറ്റുന്നതെങ്കിൽ അവിടെ ബ്രഹ്മസമ്മടത്തിൽ വെച്ച് ആന തിരുവമ്പാടി ചന്ദ്രശേഖരനായി മാറും എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ പുറപ്പാട് എഴുന്നള്ളത്തിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തിന് ഉള്ളിൽ ആനകളുടെ ആ ഒരു പ്രദക്ഷിണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ക്ഷേത്രത്തിനകത്ത് പറവെപ്പും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഭക്തർ വിവിധ ദ്രവ്യങ്ങൾ അവിലും മലരും അതുപോലെ തന്നെ നെല്ലും മഞ്ഞളും തേങ്ങയും പഴവും ശർക്കരയും തുടങ്ങി വിവിധ ദ്രവ്യങ്ങൾ ഈ ഭഗവതിയുടെ മുന്നിൽ പറവയ്ക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ വിവിധ ദ്രവ്യങ്ങൾ ഇങ്ങനെ പറവയ്ക്കുക എന്നുള്ളത്. ഭഗവതിക്ക് മുന്നിൽ പറവയ്ക്കുന്ന ആളുകളുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ എഴുന്നള്ളത്ത് കടന്നു വരുന്ന വഴികളിലൊക്കെ ഇങ്ങനെ വിശ്വാസികൾ പറവയ്ക്കാറുണ്ട്. വിവിധ ദ്രവ്യങ്ങളാണ്, അതായത് ഓരോരുത്തരും അവർക്ക് സാധിക്കുന്ന തരത്തിൽ പറകൾ ഇങ്ങനെ ഈ എഴുന്നള്ളത്ത് കടന്നു പോകുന്ന വഴികളിലൊക്കെ വയ്ക്കാറുണ്ട്. ആ പറകൾ വയ്ക്കുന്നതും ഈ പൂരത്തിലെ ഒരു മനോഹര കാഴ്ചയാണ് എന്നുള്ളതാണ്. കാരണം ഓരോ ദ്രവ്യങ്ങൾ, അത് ശർക്കരയാണെങ്കിലും അവിലാണെങ്കിലും മലരാണെങ്കിലും അങ്ങനെ ഓരോ ദ്രവ്യങ്ങൾ ഇങ്ങനെ പറകളിൽ നിറച്ച് ഈ പുറപ്പാട് എഴുന്നള്ളത്ത് വരുമ്പോൾ റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി തൊഴുകൈയോടെ നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളെയും കാണാൻ സാധിക്കും. അതും വളരെ മനോഹരമായ ആചാരമാണ്, വളരെ മനോഹരമായ തൃശ്ശൂർ പൂരത്തിലെ കാഴ്ചകളിൽ ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പുറപ്പാട് എഴുന്നള്ളത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തിരുവമ്പാടിയിൽ. നമുക്ക് ഈ പൂര ദിവസം രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഇതേതായാലും തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു പടി മുകളിൽ തിരക്കുണ്ടാവും എന്നുള്ളത് തന്നെയാണ്, അതിൻ്റെ ഒരു സാധ്യത തന്നെയാണ് ഇവിടുത്തെ ഈ തിരക്ക് നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പാട് എഴുന്നള്ളത്ത് തുടങ്ങുകയായി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ 3 ആനകളുടെ അകമ്പടിയോടുകൂടെ ഭഗവതിയുടെ തിടമ്പും ഏറ്റിക്കൊണ്ട് ആ ആനകളുടെ എഴുന്നള്ളത്ത് അത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തുടരും. മടത്തിൽ വരവ് എന്ന ആ ഏവരും ഉറ്റുനോക്കുന്ന ചടങ്ങ് അത് കൃത്യം ഒരു 11:30 അവിടെ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മടത്തിൽ വരവ് പഞ്ചവാദ്യവും 11:30 12 മണിയോടുകൂടി ആയിരിക്കും മടത്തിൽ വരവ് പഞ്ചവാദ്യം ബ്രഹ്മസമ്മടത്തിന് മുന്നിൽ നടക്കുക. ആ പഞ്ചവാദ്യത്തിന് എല്ലാ തവണയും കഴിഞ്ഞ കുറച്ചേറെ കാലമായി കൊങ്ങാട് മധു എന്ന വാദ്യ കലാകാരനാണ് അതിന് പ്രാമാണിത്യം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമാണിത്വത്തിൽ തന്നെയാണ് ഇത്തവണയും പഞ്ചവാദ്യം നടക്കുക. നിരവധി തിമില കലാകാരന്മാർ ആ പഞ്ചവാദ്യത്തിൽ അണിനിരക്കും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ തൃശ്ശൂർ പൂരം അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്ന 2 മേളങ്ങൾ, അതൊന്ന് മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. 5 വാദ്യ ഉപകരണങ്ങൾ, അത് തിമിലയും ഇടക്കയും ഇലത്താളവും മദ്ദളവും ഒക്കെ ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു ഒരുക്കുന്ന അത്ഭുത വാദ്യം, അത് ആ സ്വരം, അത് കാതുകൾക്ക് ഇമ്പമേകുക, അത് ആസ്വദിക്കുക എന്നുള്ളതായിരിക്കും ഓരോ പൂരപ്രേമിയും ഉദ്ദേശിക്കുക. മറ്റൊന്ന് എന്നുള്ളത് ഇലഞ്ഞിത്തറ മേളമാണ്. ഏകദേശം 2:30 ആയിരിക്കും ഇലഞ്ഞിത്തറ മേളം നടക്കുക. അതും ഏവരും പതികാലത്തിൽ തുടങ്ങി പിന്നീട് അതിൻ്റെ ഏറ്റവും കാലം കയറി, ഓരോ കാലം കയറി വലിയ രീതിയിൽ ആ കാലം ഉയരുന്നതും ഒക്കെ ആകാംക്ഷയോടെ ആളുകൾ കേൾക്കുന്നതും അതിനൊപ്പം കൈകൾ ഉയർത്തുന്നതുമൊക്കെ നമുക്ക് പൂരത്തിലെ വളരെ മനോഹര കാഴ്ചകളാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴേതായാലും പുറപ്പാട് എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ, തിരുവമ്പാടി ക്ഷേത്രത്തിൽ 3 ആനപ്പുറത്ത് ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ആ എഴുന്നള്ളത്തിന് ആരംഭമാവുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥ സന്നിധിയിലേക്ക് ആദ്യം എത്താറ്. അദ്ദേഹമാണ് ഈ വെയിലും മഞ്ഞുമൊക്കെ കൊള്ളാതെ അതിവേഗം വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തി മടങ്ങാറ് എങ്കിൽ അവിടെ നിന്നും ആ വടക്കുംനാഥ സന്നിധിയിൽ കണിമംഗലം ശാസ്താവ് എത്തി പിന്നീട് ഓരോ ഘടകപൂരങ്ങൾ പുറകെയായി ഇങ്ങനെ വരും. അതിൽ തന്നെ ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതിക്ക് ഒരു
വെയിൽ കനക്കുന്നതിന് മുൻപ് തന്നെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തി മടങ്ങാറാണ് പതിവ് എന്നുള്ളത് നമുക്കറിയാം. കാരണം അതിനു പിന്നിലും പല കഥകളുണ്ട്. ഭഗവതിക്ക് വെയിൽ മൂത്താൽ തലവേദന വരും എന്നുള്ളത് കൊണ്ടാണ് ആ ഭഗവതി വെയിൽ മുക്കുന്നതിന് മുൻപ് തന്നെ ഈ വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്താറ് എന്നുള്ളതാണ് ആ ഘടകപൂരത്തിൽ ഭഗവതി നേരത്തെ തന്നെ എത്തി മടങ്ങുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രമായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഓരോ കഥകളും ഓരോ ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടുമൊക്കെ നിരവധി കഥകൾ തൃശ്ശൂർ പൂരത്തിലെ ഓരോ ദൃശ്യങ്ങളുടെയും ഓരോ ചിട്ടകൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പുറപ്പാട് എഴുന്നള്ളത്തും അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറപ്പാട് എഴുന്നള്ളത്തും അത്തരത്തിൽ അതിന് പിന്നിലൊരു കഥയുണ്ട്. മുൻപ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും നേരെ ഈ വടക്കുംനാഥ സന്നിധിയിലേക്കായിരുന്നു ഇവിടെ നിന്നും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളത്ത് പോവാറ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അത്തരത്തിലല്ല. അത് കൃത്യമായിട്ട് തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും നേരെ ബ്രഹ്മസം മഠത്തിലേക്കാണ് എന്നുള്ളത്. ആ ബ്രഹ്മസം മഠത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് പിന്നിലുള്ള കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ ഈ ബ്രഹ്മസം മഠത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങണം, അത് തങ്ങൾക്ക് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രഹ്മസം മഠത്തിലെ സ്വാമിയാരാണ് പറഞ്ഞത്, ഈ ആനകളുമായി ബ്രഹ്മസം മഠം വഴി വരികയാണെങ്കിൽ നെറ്റിപ്പട്ടം അവിടെ വെച്ച് ആനകൾക്ക് കെട്ടാമെന്ന്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പുറപ്പാട് എഴുന്നതുകൊണ്ട് ഇവിടെ നിന്നും ബ്രഹ്മസം മഠത്തിലേക്ക് പോവും. ആ ബ്രഹ്മസം മഠത്തിൽ ഏകദേശം ഒരു 9:30-10 മണിയോടുകൂടെ ആയിരിക്കും ബ്രഹ്മസം മഠത്തിലേക്ക് പുറപ്പാട് എഴുന്നള്ളത്ത് എത്തുക. അവിടെ പുറപ്പാട് എഴുന്നള്ളത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഭഗവതിയുടെ തിടമ്പ് അവിടെ ഇറക്കി വെച്ചുകൊണ്ടുള്ള പൂജയാണ്. ആ ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷമാണ് പിന്നീട് അവിടെ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആന ആ തിടമ്പ് ഏറ്റിക്കൊണ്ട് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ആ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രത്തിനകത്ത് ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.